നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല് ശിവരാത്രിയെ കുറിച്ചാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതി ഞായറാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. ശിവരാത്രി അന്നേക്ക് പൊതുവെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഉറങ്ങാതെ ഇരിക്കുന്നവര് അങ്ങനെ ഇരിക്കും. എന്നാൽ ഉറങ്ങിയേ പറ്റൂ എന്നുള്ള ഒരു അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറങ്ങിയിട്ട് ശിവരാത്രിയിൽ പോയി ഭഗവാനെ നമസ്കരിച്ചിട്ട് വരും. ഭഗവാനെ പോയി നോക്കിയിട്ട് വന്നാലേ മതി, ഇപ്പോഴത്തെ ഈ വർഷം തന്നെ സംതൃപ്തിയായി എന്ന മെന്റാലിറ്റി ഉള്ളവരും ഉണ്ട്. ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾ വന്നിട്ട് ശിവരാത്രിക്ക് വ്രതം എടുത്ത് ഉറക്കളച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്തു നോക്കാം. അതുപോലെ തന്നെ അല്ല, ഞാൻ ഉറക്കമൊന്നും ഇളയ്ക്കുന്നില്ല, എനിക്ക് ഉറങ്ങിയേ പറ്റൂ, പക്ഷെ ഞാൻ ഭഗവാനെ കാണാൻ പോയി തൊഴുത് വരും, അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഒന്നുമേ ഇല്ല, ഇത് വന്നിട്ട് ശിവൻ കോവിലില് ശിവന്റെ കൊടിമരം നിങ്ങൾക്ക് അറിയാലോ. എല്ലാ ശിവൻ കോവിലിലും കൊടിമരം ഇരിക്കും. ഈ കൊടിമരത്തെ ചുറ്റി വരിക എന്നുള്ളത് ഭയങ്കരമായി നല്ലൊരു കാര്യം. കൊടിമരത്തെ ചുറ്റി വന്ന് പ്രദർശനം ചെയ്യുന്ന ദർശനം എന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. ആ ഇടത്തില് പവർഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഇരിക്കുന്നുണ്ട്. എന്നാല് ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ ഐതിഹ്യം പറയുന്നത് എന്താച്ചാല് മറ്റു ദിവസങ്ങളെ വിട ശിവൻ രാത്രി എന്നുള്ളത് ഒരു പവർ ഇരിക്കുന്നുണ്ട്. എവിടെ ശിവൻകോവിൽ ഇരിക്കുന്നോ അവിടെ കൊടിമരവും ഉണ്ടാവും. അന്ന് ശിവൻകോവിലിൽ ദർശനം നടത്തുന്നവര് കൊടുത്തു വെച്ചവർ എന്നാണ് ഐതിഹ്യമേ പറയുന്നത്. ഈ കൊടിമരത്തിന്റെ കീഴെയായിട്ട് നിങ്ങൾ നിന്നിട്ട് ശിവരാത്രിയുടെ അന്ന് നിന്നിട്ട് ഒരേ ഒരു വാക്യം, അത് മന്ത്രമെന്ന് കരുതാം, നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം എന്ന് വേണമെങ്കിലും കരുതാം, ഈ ഒരേ ഒരു വാക്ക് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക. ഞാന് ഇമേജിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വാക്ക് എഴുതിയെടുത്തോളുക. പവർഫുൾ ആയിട്ടുള്ള ആ വാക്യം ഇതാണ്: ശിവ ശിവ എന്ന ശിവഗതി താനേ. ഒന്നുകൂടെ പറയാം: ശിവ ശിവ എന്ന ശിവഗതി താനേ. ശിവ ശിവ എന്ന ശിവഗതി താനേ. ഈ വാക്ക് വന്നിട്ട് ആരാണോ ചൊല്ലി കൊടിമരത്തിന്റെ അടുത്ത് നിന്ന് എന്ത് മനസ്സിൽ കരുതിയിട്ട് എന്താവശ്യം പറഞ്ഞത് ഈ വാക്ക് പറഞ്ഞാലും അത് ശിവഭഗവാൻ നമുക്ക് നടത്തി തരും എന്ന ഒരു ഐതിഹ്യം ഇരിക്കുന്നുണ്ട്. ശരിയാ? ഇത് എങ്ങനെ ചെയ്യണച്ചാല് ആ കൊടിമരം ഇരിക്കുന്നില്ലേ, കൊടിമരം നമ്മള് ഇത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നമ്മള് കോവില് വന്നിട്ട്, നമ്മള് ശിവൻ കോവിലിൽ പോകുമില്ലേ, കോവില് വന്നിട്ട് 3 തവണ വലം വയ്ക്കണം. ഫസ്റ്റ് തവണ നിങ്ങൾ ഇങ്ങനെ വലം വെച്ച് വന്നിട്ട് ഈ കൊടിമരത്തിന്റെ കീഴായിട്ട് വന്ന് നിന്നിട്ട് 11 തവണ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലണം. ശിവ ശിവ എന്ന ശിവഗതി താനേ. ഇങ്ങനെ 11 തവണ 11 ടൈംസ് ചൊല്ലണം. ദെൻ സെക്കൻഡ് ടൈമും നിങ്ങൾ ഈ കോവില് മുഴുവനും ചുറ്റിയിട്ട് വന്ന് കൊടിമരത്തിന്റെ അവിടെ വന്നിട്ട് ഇതേ പ്രൊസീജിയർ തന്നെ വീണ്ടും 11 തവണ മന്ത്രം വീണ്ടും ചൊല്ലിക്കൊള്ളുക. മനസ്സിലായോ? ഇതുപോലെ തന്നെ 3ാമത്തെ തവണയും കോവില് ഫുള്ള് വലം വെച്ച് വന്ന് കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അതിന്റെ കീഴായിട്ട് നിന്നിട്ട് ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ 11 തവണ വീണ്ടും ചൊല്ലിക്കൊള്ളുക. അപ്പോ 33 തവണ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുകയാണ്. 3 തവണ മൊത്തത്തില് ചുറ്റി ചുറ്റി വന്ന് 33 തവണ നിങ്ങൾ ഈ മന്ത്രം കൊടിമരത്തിന്റെ കീഴിൽ നിന്ന് ചൊല്ലുന്നു. സോ ഇങ്ങനെ നിങ്ങൾ 3 തവണ ഇങ്ങനെ ചുറ്റി ചുറ്റി വന്ന് കൊടിമരത്തിന്റെ കീഴെ വന്ന് നിങ്ങൾ ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ നിങ്ങൾ പറയണം: ഈ വർഷത്തോടെ എനിക്ക് പിടിച്ച കടമെല്ലാം എന്നെ വിട്ട് പോകണം, എന്റെ മോൾക്ക് അല്ലെങ്കിൽ എന്റെ മോന് കല്യാണം ആവണം, എന്റെ കുട്ടിക്ക് ജോലി റെഡിയാവണം, അതല്ല എനിക്ക് ഒരു ജോലി റെഡിയാവണം, എനിക്ക് ജോലിയിൽ ഹയർ പൊസിഷനിലേക്ക് പോകണം,
പല വർഷമായി കുഞ്ഞുങ്ങളുടെ സന്താന സൗഭാഗ്യമില്ലാത്തവര് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് ഭഗവാനോട് പ്രാർത്ഥിച്ചോളുക. നിങ്ങളുടെ മനസ്സിൽ എന്ത് ഭാരം ഇരുന്നാലും ശരി, ഈ ശിവരാത്രിയില് നിങ്ങൾ 3 തവണ വലം വച്ച് ആ കൊടിമരത്തിന്റെ മുന്നിൽ നിന്ന് താഴെ നിന്ന് ഈ മന്ത്രവും ചൊല്ലി ഭഗവാനോട് നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചോളുക. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് നിങ്ങളിൽ പ്രസാദിക്കുന്നതാണ്. ഇത് വെറുതെയല്ല, നിങ്ങൾ ചോദിക്കുന്നത് ഒരു വരമായിട്ട് ശിവഭഗവാൻ നിങ്ങളുടെ കൈക്കുള്ളിലേ വെച്ച് തരും. അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നാളാണ് ശിവരാത്രി. അത് മാത്രമല്ല, ഈ മന്ത്രത്തിന് വന്നിട്ട് ഈ ഒരു വാക്കിന് വന്നിട്ടുള്ള ശക്തി എന്നത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമായിട്ടുള്ള നാളുകൾ വരുമ്പോൾ നിങ്ങളത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. എങ്ങനെയെങ്കിലും ഭഗവാന്റെ സന്നിധിയിൽ, അത് ശിവഭഗവാനാവാം, മുരുക ഭഗവാനാവാം, വരാഹി അമ്മനാവാം, ആരുടെ സന്നിധിയിലായാലും നിങ്ങൾ പോയി പ്രാർത്ഥിച്ചോളുക. നമ്മൾ എന്ത് കാര്യങ്ങൾ തുടർന്ന് ഡെയിലി ചെയ്തു വന്നാലും ഒരു മുഖ്യമായ നാള് എടുത്ത് നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിക്ക് നമുക്കത് പോസിറ്റീവായിട്ട് വന്ന് ഭവിക്കും. ഓരോ ദിവസത്തിനൊന്നും ഓരോ പവർ ഇരിക്കുന്നുണ്ട്. ഈ ദിവസം ഇത് ചെയ്താൽ ഈ സമയത്ത് ചെയ്താൽ അത് ബലിക്കും, ആ ദിവസം അത് ചെയ്താൽ ആ സമയത്ത് ചെയ്താൽ അത് ബലിക്കും. സോ ശരിയായ നേരത്തില് ശരിയായ വിഷയങ്ങൾ നമ്മൾ ചെയ്താല് നമുക്കത് പോസിറ്റീവായിട്ട് വന്നു ഭവിക്കും. ശിവരാത്രി എന്നത് അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ടക്ക് ടക്കെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. എല്ലാ ശിവൻ കോവിലിലും എല്ലാ കോവിലിലും കൊടിമരം ഇരിക്കും. തീർച്ചയായും നിങ്ങൾ ശിവരാത്രി അന്നേക്ക് ശിവൻ കോവിലിൽ പോകുമ്പോൾ അവശ്യം നിങ്ങൾ ഇക്കാര്യം ചെയ്തോളുക. അതിനു വേണ്ടിയാണ് ഞാൻ മുന്നേ തന്നെ ഈ പതിവ് ഇടുന്നത്. ഇപ്പോ ഇന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റാത്തവർക്ക് നാളെ കണ്ടും അത് ചെയ്യാം, ഇല്ല മറ്റന്നാൾ കണ്ടും അത് ചെയ്യാം. കാരണം മറ്റന്നാളാണ് ശിവരാത്രി വരുന്നത്. വ്രതം ഇരിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ്, അല്ല നോർമലി പോകുന്നവർക്കും ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾക്ക് വരാം, ഇത് ശിവരാത്രി അന്നേക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ ചെയ്താൽ ബലം കിട്ടില്ലേ എന്ന് ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഏത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. തിങ്കളാഴ്ചയോ എത്ര ദിവസം, ഏത് ചൊവ്വയോ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ശിവരാത്രി എന്നുള്ളത് ശിവഭഗവാൻ എന്നേ കൊടുക്കപ്പെട്ട ദിവസം. അതുകൊണ്ടാണ് ശിവരാത്രി മിസ് ചെയ്യരുതേ എന്ന് പറയുന്നത്. ശരിയാ? ശിവഭഗവാൻ എന്നേ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓരോരോ ദൈവങ്ങൾക്ക് തന്നെ ഓരോരോ സമയമുണ്ട്, ഓരോരോ ദിവസം, ഓരോരോ യാമം, അങ്ങനെയുണ്ട്. ശരിയാ? ഈ ടൈമിൽ നമ്മൾ ശിവഭഗവാനോട് ചോദിക്കുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ അത് നമുക്ക് വഴിയൊരുക്കും. ഇത് ഒരു ഐതിഹ്യമാണ്, പലർക്കും ഫലം സിദ്ധിച്ച ഒരു ഐതിഹ്യം. ഇപ്പോ ഒരു 2 ആഴ്ച മുന്നേ തൈപ്പൂശം വന്നില്ലയോ? അപ്പോ മുരുക ഭഗവാൻ നമുക്ക് അരുൾ എപ്പടി തന്നുവോ അതുപോലെ തന്നെയാണ് നമുക്ക് ശിവരാത്രി അന്നേക്ക് ശിവഭഗവാനും അരുൾ തരുന്നത്. മറ്റുള്ള ദിവസങ്ങളെ വിட ശിവരാത്രിക്ക് എന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. നിങ്ങൾ മിസ് ചെയ്യരുതേ. സോ ഈ ടൈമിൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടുമ്പോഴേ അതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ, അത് എത്ര മാത്രം പവർഫുൾ ആയിരുന്നു എന്ന്. മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ചോദിക്കാം, പക്ഷെ ഇത് ഇന്നത്തെ ദിവസം, ഇന്നത്തെ മീൻസ് ശിവരാത്രി ദിവസം നിങ്ങളിത് ചോദിക്കുമ്പോൾ 10 നാള് നിങ്ങൾ നടന്ന് ചോദിക്കുന്ന ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ടേ ഭഗവാൻ നിങ്ങളുടെ കൈക്കുള്ളിൽ തരും. അങ്ങനെ ഒരു ഡിഫറൻസ് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നാല് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിദ്യകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ റൂൾസ് ഉണ്ട്. നോൺ വെജ് കഴിക്കാൻ പാടില്ല, പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല, അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണോ? അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ശരിയാ? ഇത് വന്നിട്ട് കോവിലിൽ പോയേ ചെയ്യാൻ പറ്റുള്ളൂ, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇന്നത്തെ പതിവ് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല വീഡിയോ കുറച്ച് പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് അറിയുന്നവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.